ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. സോറി, ഇന്നത്തെ എപ്പിസോഡിൽ റിവ്യൂവും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം കുറച്ച് ഓട്ടത്തിലും കാര്യത്തിലായിരുന്നു കേട്ടോ. എന്തായാലും നാളെ എപ്പിസോഡ് റിവ്യൂ ഒക്കെ ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ്. കാരണം എപ്പോഴും കമൻറ്റിൽ വരുന്ന ഒരു ചോദ്യത്തിന് ഒരു മറുപടിയാണ് കേട്ടോ. നമ്മുടെ അതായത് ഇതിൽ രാധികയായിട്ട് അഭിനയിക്കുന്ന ഷഫ്ന വരുന്നുണ്ട്. സീരിയലൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരും. ഷഫ്ന മരിച്ചിട്ടില്ല, ആ രീതിയിലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടേയിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഇതിനൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ മരിച്ചിട്ടില്ല വരുന്നുണ്ടെന്നൊക്കെ പറയേണ്ടത് എന്തോ ഒരു 2-3 മാസം ഗ്യാപ്പ് എടുത്തത് ചിലപ്പോൾ ശരിയായിരിക്കാം. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് അറിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് കമൻറ്റ്സ് ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മുടെ രാധിക മരിച്ചതായിട്ടാണെങ്കിൽ കാണിക്കണത്. രാധിക മരിച്ചു, രാധികയുടെ ചിതക്ക് തീ വെച്ചതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ രാധിക തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കാം. കാരണം നമ്മുടെ ഈ ചാനലിലെ സീരിയൽസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ എന്നും സമാധാന സീരിയലുണ്ട്. അതിൽ നായകൻ മരിച്ചിട്ട് വീണ്ടും നായകൻ വന്നില്ലേ. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകരിനെ വേണം ആ രാധിക തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കഥാപാത്രം തിരിച്ചു വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ പറയണത് തീർച്ചയായിട്ടും രാധിക തിരിച്ചു വരും, അങ്ങനെ രാധിക മരിച്ചെന്നൊക്കെ ശരിയായിരിക്കും, പക്ഷെ എന്നാൽ തിരിച്ചൊരു ഉറപ്പാണെന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെ വരത്തില്ലായിട്ടെന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചിക്ക് അറിയാനായിട്ടാണ് അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ചിലപ്പോൾ വരുമായിരിക്കോട്ടെ, നമുക്കറിയില്ല. എന്തായാലും ഷഫ്ന ചേച്ചി വേറെ പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ടാവാറില്ല. എന്തായാലും രാധിക തിരിച്ചു വരുവാണെങ്കിൽ അതൊരു ഒന്നൊന്നര തിരിച്ചുവരവ് തന്നെയായിരിക്കും. പുതിയൊരു മോഡലിൽ, പുതിയൊരു ലുക്കിൽ, പുതിയൊരു ഭയങ്കര സ്റ്റാൻഡായിട്ട്. മുമ്പൊക്കെ പാവത്തെ പോലെ ഇരിക്കുന്ന രാധിക കുറച്ചുകൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു വുമണായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്തായാലും അങ്ങനത്തെ ഒരു ഭാഗം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണമെങ്കിൽ മാത്രമേ എനിക്കത് നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.